സോ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡിസ്കഷൻ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മോർട്ടൻറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഗ്രൗണ്ട് സ്റ്റെയിൻ? ആൻസർ നിങ്ങൾ പറയൂ കേട്ടോ. അയഡിൻ. ഓക്കെ, നമ്മൾ മോർട്ടൻറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അയഡിൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റൊമനോവ്സ്കി സ്റ്റെയിൻ? All of the above. ഓൾ ഓഫ് ദി അബോവ്. ഇതില് ഇപ്പോ ഈ കൊടുത്തിരിക്കുന്നതില് ഈ കൊടുത്തിരിക്കുന്നതില് ലേഷ്മാനും വിംസ ജെന്നേഴ്സ് ഇതല്ലാണ്ട് വേറെ 2 സ്റ്റെയിനും കൂടി റൊമനോവ്സ്കി സ്റ്റെയിനിന് ഉള്ളിൽ വരുന്നുണ്ട്. അതിന്റെ പേര് കൂടി നിങ്ങളൊന്ന് ഓർത്തിരുന്നോളൂ. റൈറ്റ് സ്റ്റെയിനും പിന്നെ മെയിൻ ഗ്രൻവാൾഡ്. ഈ 2 സ്റ്റെയിനും കൂടി റൊമനോവ്സ്കി സ്റ്റെയിനിന്റെ ക്ലാസിഫിക്കേഷന്റെ അണ്ടറിലാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട്? Mycobacterium. അതെ, മൈക്രോബാക്ടീരിയൽ ട്യൂബർകുലോസിസ്. Then fourth question, lifespan of RBC? 120 days. Okay, 120 days ആണ്. Graveyard of RBC ഏതാണ്? Spleen. Spleen. Red cells are produced in? Bone marrow. Okay. And recommended cleaner for removing all oil from objective lens. അതായത് നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ ലെൻസിൽ നമുക്ക് എന്താണ് 10x വ്യൂ ചെയ്യാൻ പറ്റും, 40x വ്യൂ ചെയ്യാൻ പറ്റും, 100x വ്യൂ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ 100x വ്യൂ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഓയിൽ ഇമേർഷൻ, അതായത് ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് 100x വ്യൂ ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ലെൻസിനെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്താണ്? 70% alcohol ആണ്. അതെ, 70% alcohol or lens cleaner. Then by volume, the red blood cells constitute about -% of whole blood. 45. പറഞ്ഞോളൂ, തെറ്റാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നല്ലേ. 45. അതെ 45% ആണ്. നമ്മളെ ബ്ലഡിന്റെ 55% എന്ന് പറയുന്നത് ആരാണ്? പ്ലാസ്മയാണ്. ഇതൊന്ന് ഓർത്തിരിക്കുക. ചിലപ്പോ ഈ ഒരു കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. Serum differs from blood as it lacks Clotting factors. അതെ, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ്. പിന്നെ സെറത്തിലെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് മാത്രമാണ് എന്താണ് ലൈക്ക് സെറത്തിൽ ഇല്ലാതെ ഉള്ളത്. പിന്നെ സെറത്തിൽ എന്താണ്, സെറത്തിൽ വേറെ എന്തൊക്കെയുണ്ട്? സെറത്തിലുള്ള സാധനങ്ങളാണ് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, ഹോർമോൺസ്, ആന്റിജൻ, ആന്റിബോഡി, then proteins like globulin, albumin. Okay, so ഇത് ഇത്രയും എന്താണ് നമ്മുടെ സെറത്തില് പ്രസന്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, ആന്റിജൻ, ആന്റിബോഡീസ്, ഗ്ലോബുലിൻ, ആൽബുമിൻ. Then next question, which constituent of blood fight against infections? WBC. അതെ, WBC ആണ് നമ്മൾക്ക് ഇൻഫെക്ഷൻ എതിരായിട്ട് ആക്ട് ചെയ്യുന്നത്. WBCക്ക് ഉള്ളിൽ വരുന്ന സെൽസ് ഏതൊക്കെയാണ്? മെയിൻ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ WBCക്ക് ഉള്ളിൽ വരുന്ന മെയിൻ അതെ, ഗ്രാനുലോസൈറ്റ്സും അഗ്രാനുലോസൈറ്റും. അതിലെ ഗ്രാനുലോസൈറ്റ്സിൽ വരുന്നത് ആരൊക്കെയാണ്? അഗ്രാനുലോസൈറ്റ്സില് ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. Okay. Then oxygen is supplied from lungs to tissues and organs by RBC. Red blood cell ആണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. Then an average adult person has about -liters of blood by volume. അതായത് ഒരു ഹ്യൂമന്റെ ഫുൾ ബോഡിയിൽ എത്ര വോളിയം ഓഫ് ബ്ലഡ് കാണും? ആവറേജ് 5 liters. ഓക്കെ, ആവറേജ് എന്ന് പറയുന്നത് 5 liters ആണ്. ആൻസർ പറയാം. ഓക്കെ, അത് ഈ ആവറേജ് എന്നുള്ളത് നമ്മൾ ഒരു അഡൽട്ട് പേഴ്സന്റെ കേസിൽ 5 liters എന്ന് പറയും. അത് ഇനിയിപ്പോ നമ്മളൊരു മെയിലിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആവറേജ് പറയുന്നത് 5.5 ആണ്. ഫീമെയിലിന്റെ കേസിൽ പറയുന്നത് 4.5 ലിറ്റർ ആണ്. സോ ആവറേജ് അഡൽട്ട് പേഴ്സൺ എന്ന് പറയുന്നത് 5 liters എന്നാണ് നമ്മൾ പറയുന്നത്. ദെൻ ഒരു ഇൻഫർമേഷൻ കൂടി പറയാം. ഓക്കെ, ഇനി ഇത് തന്നെ ഒരു 65 to 70
ml ബ്ലഡ് ആയിരിക്കും എന്ത് പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 65 to 70 എന്നുള്ളതായിരിക്കും. അഡൽട്ട് ആവറേജ് ബ്ലഡ് വോളിയം ചോദിച്ചു കഴിഞ്ഞാൽ 5 ലിറ്ററും മെയിലിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് 5.5 ലിറ്റർ എന്നും ഫീമെയിലിൽ 4.5 ലിറ്റർ എന്നും പറയുന്നത്. സോ ആവറേജ് കേസിൽ 5 ലിറ്റർ. സാമ്പിൾ യൂസ്ഡ് ഫോർ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിങ് സിട്രേറ്റ് ബ്ലഡ് ആണ്. അല്ല, EDTA ബ്ലഡ് ആണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. RH typing is based on B antigen present in RBC. B antigen എന്ന് പറയുന്നത് നമ്മുടെ RBCയിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇനി ESR equipment is known as വെസ്റ്റഗ്രാൻഡ് ട്യൂബ് ആണ് നമ്മൾ ESR equipment എന്ന് പറയുന്നത്. സാലീസ് ട്യൂബ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷന്റെ കേസിൽ. വാക്യൂട്ടൈനർ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് കളക്ട് ബ്ലഡ് കളക്ടിങ് ട്യൂബ്. Microscopic examination of urine is done to find out all of the above. കാരണം നമുക്ക് RBC സെൽസ് കാണാൻ പറ്റും, പസ് സെൽസ് ഉണ്ടെങ്കിൽ അതും കാണാൻ പറ്റും, ഇനി എന്താണ് കാസ്റ്റ് ഉണ്ടെങ്കിൽ അതും കാണാൻ പറ്റും. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് ഏതാണ് ഫോർ സ്ലൈഡ് പ്രിപ്പറേഷൻ? ഫോർമാലിൻ. Confirmatory test for AIDS? ELISA. Basic component of Leishman stain? methylene blue. Methylene blue. Acidic content ഏതാ? Acidic component eosin ആണ്. Basic component methylene blue. CSF samples are collected by physician. Then all the following are motile bacteria except Vibrio ആണോ? അല്ല, ക്ലപ്സിയ അല്ല. ക്ലപ്സിയല്ലാണ് ഇതിനകത്ത് motile അല്ലാത്ത ബാക്ടീരിയ. Which of this is not a lipid? Proteins. ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ളതാണ്. മിസ് മുന്നത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് പറയാമോ? ഇതാണോ? ക്ലപ്സി അല്ല, ഇതിന്റെ ആൻസർ ക്ലപ്സി അല്ല. ഓക്കെ, ഇത് പറഞ്ഞു. Then which of the following is usually not found in urine? ഗ്ലൂക്കോസ് ആണ്. കാരണം നമുക്കൊരു ലൈക്ക് ഡയബറ്റിക് കേസ് വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഗ്ലൂക്കോസ് യൂറിനിൽ പ്രസന്റ് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് യൂറിനിൽ ഇല്ലാത്തൊരു കമ്പോണന്റ് ആണ്. Then testing a refrigerated specimen that has not warmed to room temperature will adversely affect. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടെസ്റ്റ് ചെയ്യാണ്, ആ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ സ്പെസിമെൻ നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാണ്ട് ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതേ എന്താണ് ടെമ്പറേച്ചർ ഇപ്പൊ -20 അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ടെമ്പറേച്ചറിനോ നമ്മൾ എടുത്തിട്ട് എന്താണ് ചെയ്യാണെന്നുണ്ടെങ്കിൽ എന്താണ് അഫക്റ്റ് ആവുന്നത് ഇതില്? എൻസൈമാറ്റിക് റിയാക്ഷൻ. എൻസൈമാറ്റിക് റിയാക്ഷൻസ്. കാരണം നമ്മളൊരു കോൾഡ് ടെമ്പറേച്ചറിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോകാം. റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവന്നിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മുടെ ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എൻസൈമാറ്റിക് റിയാക്ഷൻ അഫക്റ്റ് ആവും. കാരണം ചിലപ്പോൾ നമ്മൾ എൻസൈം അസേയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ എൻസൈമിന്റെ പ്രസൻസോ ആബ്സെൻസോ ഒക്കെ ആയിരിക്കും. സോ റൂം ടെമ്പറേച്ചർ അല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വേരിയേഷൻ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. Specific gravity of 1.005 would produce the reagent strip color. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് നമ്മൾ ചെയ്യും. അതായത് ലൈക്ക് ഇപ്പൊ മെയിൻലി ഇതിപ്പം അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല, കുറെ മുന്നേ ഈ ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ലൈക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു യൂറിനിൽ പ്രസന്റ് ആയിട്ടുള്ള സൊല്യൂട്ട്സിന്റെ ഇതാണ്. സോ അത് റിയേജന്റ് സ്ട്രിപ്പിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കളറാണ് കിട്ടുന്നത്? റെഡ് ആണോ? ബ്ലൂ. ബ്ലൂ ആണ് ആൻസർ കേട്ടോ, ബ്ലൂ കളർ. Coagulase is done to differentiate. ആണോ? Staphylococcus aureus from ആൻസർ എന്താ പറഞ്ഞേ?
എ ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചു. എ അല്ല, അയ്യോ സോറി, എ ആണ്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസും സ്റ്റെഫൈലോകോക്കസ് എപ്പിഡെർമിസും എ ആണ് കേട്ടോ. കൊയാഗുലേസ് ടെസ്റ്റ് എന്ത് ടെസ്റ്റാ? ബാക്ടീരിയല് എൻസൈം ഇതെന്ന് പറയുന്നത് ഒരു ബയോകെമിക്കൽ ടെസ്റ്റ് ആണ്. കൊയാഗുലേസ് എൻസൈം എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസിനെയും സ്റ്റെഫൈലോകോക്കസ് എപ്പിഡെർമിസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസും സ്റ്റെഫൈലോകോക്കസ് എപ്പിഡെർമിസും ഇത് രണ്ടും എന്താണ് ഒരേ ക്ലാസ്സിൽ വരുന്ന ബാക്ടീരിയാസ് ആണ്. പക്ഷെ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഇതിനകത്ത് വരുന്ന ബാക്ടീരിയാസ് പാത്തോജനിക് ആയിരിക്കും. ഓക്കെ, ഈ ബാക്ടീരിയാസ് പാത്തോജനിക് ആണ്. സ്റ്റെഫൈലോകോക്കസ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത് എന്താണ് നോൺ പാത്തോജനിക് ബാക്ടീരിയാസ് ആണ്. സോ ഈ പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് എല്ലാം മോസ്റ്റ്ലി കൊയാഗുലേസ് പോസിറ്റീവ് ആയിരിക്കും. ദെൻ ലൈക്ക് ഈ നോൺ പാത്തോജനിക് ക്ലാസിഫിക്കേഷനിൽ വരുന്ന ബാക്ടീരിയാസ് കൊയാഗുലേസ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, യൂറിൻ സ്പെസിമെൻ വിത്ത് എ pH ഓഫ് 9 pH ഉള്ള യൂറിൻ ഇതിൽ ഏത് ഇൻഡിക്കേഷൻ ആണ് കാണിക്കുന്നത്? അതായത് മെറ്റബോളിക് അസിഡോസിസ് ആണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഷുഡ് ബി റീകളക്റ്റഡ്, മേ കണ്ടെയ്ൻ കാൽഷ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ് ഉണ്ടോന്നാണോ, അതോ ലൈക്ക് ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു ജ്യൂസ് ഇൻടേക്ക് ചെയ്തു എന്നുള്ളതുകൊണ്ടാണോ? ഡി ആണോ? ഡി അല്ല, ഷുഡ് ബി റീകളക്റ്റഡ്. കാരണം ഒരു സ്പെസിമെൻ, അതായത് യൂറിൻ സ്പെസിമെൻ pH 9 കാണിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്താണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയില്ല. സോ ആ സെയിം സ്പെസിമെൻ ഷുഡ് ബി റീകളക്റ്റഡ്. ഇതും പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. അതുകൊണ്ട് ആ സാമ്പിൾ നമ്മൾ വീണ്ടും റീകളക്ട് ചെയ്ത് ഒന്നുകൂടി ചെക്ക് ചെയ്യും. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൺക്ലൂഷനിലേക്ക് എത്തുള്ളൂ. To which of the following would the term white cell not be applied? എറിത്രോസൈറ്റ്. എറിത്രോസൈറ്റ്. ഓക്കെ, ബാക്കി എല്ലാവരും എന്താണ് WBC ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. What is PPE in laboratory? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. Okay, personal protective equipment. Which individual can receive any type of blood and are considered universal recipients? AB പോസിറ്റീവ്. AB positive. Universal donors are? O. Liquid portion of blood remaining after a clot has formed is called സെറം.